ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് രാവിലെ ഒരു 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ടാണല്ലേ? കുറേ നാളായി ഐബ്സിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ പോക്ക് നടക്കണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം ഇന്നാണ് ആ പോവാനുള്ള ദിവസമായത്. സോ നമ്മളിന്ന് പോകുന്നത് ഐബ്സി കാണാനാണ് കേട്ടോ. ഫിൽഡസെറ്റിൽ നിന്ന് ഐബ്സിയിലോട്ട് ഏകദേശം ഒരു 7 മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഐബ്സി കാണാൻ പോകാന്ന് പറഞ്ഞപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചത്, നിനക്ക് ഒറ്റയ്ക്ക് പോകുമ്പം ബോറടിക്കില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സോളോ ട്രാവൽ ചെയ്യുമ്പോൾ വലിയ ബോറടിയൊന്നുമില്ല. ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുന്നവരുടെ അടുത്ത് സംസാരിക്കും, അതുപോലെ കുറേ നേരം കിടന്നുറങ്ങും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ട്രാവൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ട്രാവൽ ചെയ്യുന്നത് അത്ര വലിയ ബോറടി ഒന്നായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ടും. അങ്ങനെ ഇപ്രാവശ്യവും എനിക്ക് പോയപ്പം 2 ആളെ കിട്ടിയിട്ടോ. സംസാരിച്ചിട്ട് ഞങ്ങൾ 2 പേര് സംസാരിച്ച് വന്നപ്പോൾ ലാസ്റ്റ് പോകുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു. അവരാണ് കേട്ടോ ഈ കാണുന്ന 2 ജർമ്മൻസ്. അങ്ങനെ നമ്മൾ ഉണ്ടർഗ്രൈനോവിൽ എത്തിയിട്ട് ലാസ്റ്റ് ഐബ്സിയിലേക്ക് പോകുന്ന ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് പണി കിട്ടിയത്. കാരണം ഉണ്ടർഗ്രൈനോന്ന് ഐബ്സിയിലേക്ക് 1 അവർ കൂടുമ്പോഴേ ബസ് ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ നിന്ന ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് കാറില്ല, അവിടെ ബസ് വരാത്ത ബസ് സ്റ്റോപ്പായിരുന്നു. അതിൻ്റെ തൊട്ടടിയിൽ ഈ കാണുന്ന ബസ് സ്റ്റോപ്പിലായിരുന്നു കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ലാസ്റ്റ് ഞങ്ങളുടെ ബസ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്കത് മനസ്സിലായത് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ. പിന്നെ ഏകദേശം 1 മണിക്കൂറോളം ആ ബസ് സ്റ്റോപ്പിൽ കുത്തിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആൽപ്സിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കണ്ട ഏകദേശം ഒരു 8 മണിക്കൂർ ട്രാവലിങ്ങിന് ശേഷം നമ്മൾ ഐബ്സിയിലെത്തിട്ടോ. ഐബ്സിയിലെത്തിയപ്പോഴേക്കും ഒടുക്കത്തെ സന്തോഷമായിരുന്നു. എന്താ പറയുക, ശരിക്കും ഒരു ഡ്രീം പ്ലേസ്. ഫോട്ടോയിലൊക്കെ എങ്ങനെയാണ് കാണുക അതുപോലെയായിരുന്നു കേട്ടോ. ശരിക്കും നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമായി എനിക്ക്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത് വെർത്തായി എന്ന് പറയില്ലേ, അതുപോലത്തെ സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടെ നടക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ. കാരണം ഈ വെള്ളം ഉറച്ച് ഐസ് പോലെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് സ്ലിപ്പായി വീഴും. പക്ഷെ അതിന് മുകളിൽ അവർ കുറേ മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഴാണ്ടിരിക്കാൻ. പക്ഷെ എന്നാലും നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഫസ്റ്റ് ഈ പ്ലേസ് ആണ് കേട്ടോ കാണുക. ഇത് അടിയിലുള്ള ഒരു വ്യൂ ആണിത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുകളിലുള്ള വ്യൂവും കൂടി കാണണം, മുകളിലേക്ക് കയറി പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ സമയം തികഞ്ഞില്ല. നമ്മൾ ഏകദേശം ഒരു 1 അവർ ബസ് സ്റ്റോപ്പിൽ കുത്തിയിരുന്ന കാരണം എൻ്റെ ടൈം ശരിയായില്ല. കാരണം നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ ഞാൻ മുകളിലത്തെ ഭാഗം കാണാൻ അടുത്ത വട്ടം പോകാമെന്ന് വേണ്ടി വിചാരിച്ചു കേട്ടോ. കാരണം ഈ പോയ പോലെ 8 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ചിന് വീട്ടിൽ പോകാൻ. പക്ഷെ എനിക്ക് ആകെ കൂടെയുള്ള സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നല്ല സ്ഥലത്ത് പോയിട്ട് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഡോണറൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലെത്തി കിടന്നുറങ്ങാണ് കേട്ടോ ചെയ്തത്.